സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗുരുതര പരാമർശങ്ങളുമായി CAG റിപ്പോർട്ട്. സാമ്പത്തിക ഉത്തരവാദിത്ത നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടില്ല. ധനകമ്മി, GST അനുപാതം കൂടി. കിഫ്ബിയിലെ സർക്കാർ വാദം സ്വീകാര്യമല്ല. സ്വന്തം വരുമാനം മാറ്റിയാണ് കിഫ്ബി ബാധ്യതകൾ സർക്കാർ തീർക്കുന്നതെന്നും CAG. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് CAGയുടെ പരാമർശങ്ങൾ എന്തൊക്കെയാണ്? കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സുതാര്യമല്ല എന്ന CAGയുടെ റിപ്പോർട്ട് ഇത് ആദ്യമല്ല. അതിന്റെ ആവർത്തനം ഇത്തവണയും ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ CAG റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പരുവത്തിന് ഉതകുന്നതല്ല എന്നുള്ളതാണ് പരാമർശം. GST നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചില്ല എന്ന പരാമർശമുണ്ട്. അതോടൊപ്പം തന്നെ 2017-18 55.96% നികുതി വരുമാനം 2022-21 സാമ്പത്തിക വർഷത്തിൽ വലിയ തോതിൽ കുറഞ്ഞു എന്ന് പറയുന്നു. കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള ശോചനീയമായ നികുതി പിരിവാണ് ഇത്തരത്തിൽ നികുതി പിരിവ് കുറയാൻ കാരണം എന്നുള്ളതാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ കടമെടുത്ത പണത്തിന് തിരിച്ചടക്കേണ്ടി വരുന്ന തുകയാണ്, പലിശയാണ്. അത്രയും അധികം തുക പലിശയ്ക്ക് മാത്രമായി ചിലവാക്കേണ്ടി വരുന്നത് ആശങ്കയോട് കൂടിയാണ് CAG എന്തായാലും കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്. ഈ സ്വന്തം വരുമാനം മാറ്റിയാണ് ബാധ്യതകൾ സർക്കാർ തീർക്കുന്നത് എന്നുള്ളതാണ്. അതായത് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട തുക കിഫ്ബിയുടെ കടം അടയ്ക്കാനായി സർക്കാർ മുഖമാറ്റി ചെലവഴിക്കുന്നു എന്ന കാര്യം പരാമർശിക്കുന്നു. കിഫ്ബിയുടെ ബജറ്റ് കടമെടുപ്പ് അല്ലെന്ന, ഈ കിഫ്ബിയിലേക്ക് വരുന്ന പണം കടമെടുപ്പ് അല്ല എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതിലേക്കുള്ള നിക്ഷേപമെന്നും അതിൽ നിന്നും പിന്നീട് ചിലവാക്കുന്ന പണമെന്നുമാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം നിരാകരിക്കുകയാണ് എന്തായാലും CAG റിപ്പോർട്ടിൽ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൃത്യമായി തന്നെ വിവരിക്കുന്ന CAG റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പെൻഷൻ കമ്പനിയുടെ 11,206 കോടി കുടിശ്ശിക സർക്കാരിന്റെ അധിക ബാധ്യത എന്നുള്ളതാണ് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഒളിച്ചു കളിക്കുന്നു, ഉത്തരവാദിത്തങ്ങളിൽ വെള്ളം ചേർക്കുന്നു തുടങ്ങിയ ഗുരുതരമായ പരാമർശങ്ങളും CAG റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരി.